നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ്. 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രം. അത് ഒരു മോക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന നക്ഷത്രമാണ്. ലൗകികമായ എല്ലാ കാര്യങ്ങളിലും ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ച് അവസാനം മോക്ഷത്തെപ്പറ്റി ചിന്തിക്കുകയും മോക്ഷത്തെപ്പറ്റി അതിശക്തമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് രേവതി. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് വളരെ വ്യക്തമായി പഠിക്കാൻ പറ്റിയ ഒരു ഇതിഹാസ പുരുഷനുണ്ട്. അത് മഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ്. ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അധികം അനുയോജ്യമായ പഠിക്കാൻ ഉപകരിക്കുന്ന ഒരു ഇതിഹാസ പുരുഷനാണ് രവീന്ദ്രനാഥ ടാഗോർ. കലാപരമായി ഏറ്റവും നല്ല നോബൽ പ്രൈസ് കിട്ടിയ ഒരു മഹാകവിയാണ്. എല്ലാ കവിതകളും ജനനന്മയ്ക്ക് വേണ്ടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്നു ചെന്ന് അവിടെ നിന്നും ഒരു ആവിഷ്കാരമുണ്ടാക്കി ജനങ്ങൾക്ക് നൽകിയ ഒരു ഋഷിശ്രേഷ്ഠനായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറും പത്മ നദിയും ബംഗാളിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണത്. ആ ബന്ധം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ നക്ഷത്രക്കാരും നദികളും തമ്മിലുള്ള ബന്ധം, വെള്ളവുമായിട്ടുള്ള ബന്ധം. എല്ലാ ഇൻസ്പിറേഷൻസും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുക നദീ തീരങ്ങളിൽ കൂടിയാണ്. ടാഗോർ എപ്പോഴും നദികളിൽ കൂടിയുള്ള യാത്രയും ആ നദികളുടെ സൗന്ദര്യവും അതിനു ചുറ്റുപാടും ജീവിക്കുന്ന ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമായിരുന്നു കൃതികളിൽ പ്രധാനമായും നാം കണ്ടത്. അതുപോലെ തന്നെയാണ് രേവതി നക്ഷത്രക്കാരും. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീ ജ്വലിക്കുന്നുണ്ടാകും. മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഗ്നി. അത് നമ്മൾ മനസ്സിലാക്കണം. രേവതി നക്ഷത്രക്കാരെ പറ്റി പഠിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അവർ എല്ലാം വളരെയധികം സ്നേഹത്തോടു കൂടി നമ്മളിൽ നിന്നാൽ തന്നെയും എന്തെങ്കിലും ചെറിയ ഒരു വ്യത്യാസം, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നാൽ അവർ അത് ഉപേക്ഷിച്ച് പോയി കളയും. അവർ മറ്റൊരു മേഖലയിലേക്ക് പോകും. അത് ഈ നക്ഷത്രക്കാരെ പറ്റി പഠിച്ചാൽ നമുക്ക് അതുപോലെ അവരോട് പെരുമാറിയാൽ മതി. രേവതി നക്ഷത്രക്കാർ ശക്തമായ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. സ്വാതന്ത്ര്യത്തിന് വിഘ്നം വരുന്ന ഒരു കാര്യത്തിലും അവർ നിൽക്കില്ല. അത്തരം രംഗങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കും. ഇനി നമുക്ക് ഈ നക്ഷത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. രേവതി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മീനം രാശിയിലാണ്. ഇത് അവസാനത്തെ ഒരു രാശിയാണ്, ജലരാശിയാണത്. പക്ഷെ മറ്റ് ജലരാശികളിൽ നിന്നും വ്യത്യസ്തമായി മോക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് ഈ മീനത്തിനുള്ളത്. 2 മത്സ്യങ്ങൾ ചുറ്റിക്കളിക്കുന്ന ഒരു രൂപമാണ് മീനം രാശിക്ക്. അതുപോലെ തന്നെ ഒരു വലിയ ശബ്ദമുണ്ടാക്കുന്ന ഒരു ഡ്രം വിത്ത് എ സ്റ്റിക്ക്, അതും ഈ നക്ഷത്രത്തിൻ്റെ ഈ രാശിയുടെ സിമ്പിളാണ്. അനൗൺസ്മെൻ്റ് ആണ് ആ ഒരു ശബ്ദത്തിൻ്റെ ചെണ്ട എന്ന് പറയുന്നത്. അതൊരു ശബ്ദമുണ്ടാക്കുന്നു. പണ്ട് കാലത്ത് ഈ ചെണ്ട അടിച്ചുകൊണ്ടാണ് പല അനൗൺസ്മെൻറ്റ്സുകളും നടത്തിയിരുന്നത്. അതുപോലെ ഈ നക്ഷത്രക്കാർക്കും ഇങ്ങനെയുള്ള ചില അനൗൺസ്മെൻറ്റുകൾ ചെയ്യുന്നതും സമൂഹത്തിൽ പല പല പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നതിലും ഇവർ അതീവ താല്പര്യം കാണിക്കുന്നവരാണ്. ഇവരുടെ ഏറ്റവും നല്ല ജോലി അത് ഡൈറ്റിയായ ദൈവമായ പുഷാൻ എന്ന ഡൈറ്റിയുടെ സ്വാധീനത്തിലായിരിക്കും വരുന്നത്. പുഷാൻ എന്ന് പറഞ്ഞാൽ അത്
12 ആദിത്യന്മാരിൽ ഒരാളാണ്. പക്ഷേ സൂര്യദേവന്റെ യാത്രയെപ്പോലും നിയന്ത്രിക്കുന്നത് പുഷാനാണെന്നാണ് വിശ്വസിക്കുന്നത്. ലോകത്തിന് നന്മ, ഒരുപാട് സമൃദ്ധി, ഒരുപാട് സന്തോഷം ഇതൊക്കെ കൊടുക്കുന്ന ഒരു ദൈവമാണ് പുഷാൻ. പുഷാൻ എന്ന ദൈവം ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത് മൃഗലോകത്തെയാണ്, ആനിമൽ വേൾഡ്. ആ മൃഗങ്ങളെ സംരക്ഷിക്കുക, മൃഗങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഷെൽട്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ പുഷാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് ഈ രേവതി നക്ഷത്രക്കാരുടെ ഡയറ്റിയായ പുഷാൻ. വളരെയധികം സ്നേഹസമ്പന്നത ഉള്ള ഒരു ദൈവമാണത്. നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ സന്നദ്ധത കാണിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാരിൽ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ടത് ആനിമൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ആനിമൽ ഹസ്ബൻഡറി, മൃഗഡോക്ടർമാരാവുക, മൃഗങ്ങൾക്ക് പരിപാലനം ചെയ്യുന്ന ഷെൽട്ടേഴ്സുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. അത്തരം ഫീൽഡുകളിൽ തൊഴിൽ ചെയ്യുന്നതും ചെയ്താൽ ഇവർക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും. മറ്റൊന്ന് ട്രാവൽ ഏജൻസിയാണ്. കാരണം പുഷാൻ എന്ന ഈ ദൈവം നമ്മുടെ യാത്രകളെ മുഴുവനും, ലോകത്തിൻ്റെ മുഴുവൻ യാത്രകളെയും നിയന്ത്രിക്കുന്ന ഒരു ഡയറ്റിയാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് യാത്ര വളരെ നല്ലതാണ്. യാത്രാ സംബന്ധമായിട്ടുള്ള ജോലികൾ, ട്രാവൽ ഏജന്റുകൾ, ഗൈഡുകൾ, ഇതൊക്കെ ഇവർക്ക് നല്ലതാണ്. മറ്റൊന്ന്, ഈ നക്ഷത്രക്കാർക്ക് ജലവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം. അതുകൊണ്ട് സമുദ്രതീരങ്ങളിൽ, നദീതീരങ്ങളിലായിട്ടായിരിക്കണം ഇവരുടെ തൊഴിൽ മേഖലകൾ ചെയ്യേണ്ടത്. അവിടെ അത്തരം നദീതീരങ്ങളിലും സമുദ്രതീരങ്ങളിലും ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തന മേഖലകൾ ഉണ്ടാക്കുകയോ ചെയ്താൽ ഈ നക്ഷത്രക്കാർക്ക് സന്തോഷവും അതിൽ കൂടി അവർക്ക് ഐശ്വര്യവും ഉണ്ടാകും. കാരണം പുഷാൻ എന്ന ദൈവത്തെ വീണ്ടും ഞാൻ പറയുന്നു, പുഷാൻ എന്ന ദൈവം നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവിനെ വൈതരണി എന്ന ഒരു പുഴയുണ്ട്. ആ പുഴയെ കടന്നു വേണം ആത്മാക്കൾക്ക് നരകത്തിലോ സ്വർഗത്തിലേക്കോ പോകാൻ. ആ യാത്ര ചെയ്യുന്നത് പുഷാൻ എന്ന ദൈവത്തിൻ്റെ ബോട്ടിലാണ്. ആ പുഷാനാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്, നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ട്രാവലിംഗ്, ബോട്ടിംഗ്, സമുദ്ര സംബന്ധമായ ബിസിനസ്സുകൾ ഇതൊക്കെ അനുയോജ്യമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു മേഖല, ഇവരുടെ മൃഗം അത് ആനയാണ്. ആനയ്ക്ക് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്, അതിൻ്റെതായ ഒരു ബുദ്ധിയുമുണ്ട്. അപ്പോൾ ആന ആ ഒരു സൗന്ദര്യം ഈ നക്ഷത്രക്കാർക്ക്, ഇവരുടെ നടത്തമൊക്കെ മിക്കവാറും രേവതി നക്ഷത്രക്കാർക്ക് ഒരു സ്റ്റൈലിഷ് നടത്തമാണ്. സിനിമാ ലോകത്തിൽ പറയുകയാണെങ്കിൽ ദേവാനന്ദ് പഴയ നടനായിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയുമോ എന്നറിയില്ല. പക്ഷേ അതിൻ്റെ ചെറിയൊരു രൂപം നമുക്ക് കാണാൻ പറ്റും മോഹൻലാലിൽ. നടത്തത്തിനൊരു പ്രത്യേക സ്റ്റൈലുണ്ടാകും. അത് ഈ രേവതി നക്ഷത്രക്കാർക്കുള്ള ഒരു പ്രത്യേകതയാണ്. കൂടാതെ പല്ലിന് മിക്കവാറും രേവതി നക്ഷത്രക്കാർക്ക് ഈ പൂഷൻ എന്ന ദൈവത്തിന് പല്ലിന് ദോഷമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കും പല്ല് സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ വെജിറ്റേറിയൻ ആകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെജിറ്റബിൾ ഫുഡ് ഇവർക്ക് വളരെ അനുയോജ്യമായ ഒരു ഫുഡ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനകളിലും മറ്റ് പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതിലുമൊക്കെ ഭക്ഷണം, ഗീ, കേട്, തൈര് ഇതൊക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും
ഗുണം ചെയ്യും. അത് പുഷാൻ കഴിച്ചിരുന്ന ഭക്ഷണ രീതിയാണ്. ആ രീതിയിൽ തന്നെ പാവങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അത് വളരെ ഉപകരിക്കും. മറ്റൊന്ന്, ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം മഹുവ എന്ന ഒരു വൃക്ഷമാണ്. അതിന് ഇരിപ്പ എന്ന ഒരു പേരുകൂടി ഉണ്ട്. വളരെ ഔഷധ ശേഷിയുള്ള ഒരു വൃക്ഷമാണത്. പലതരത്തിലും മനുഷ്യർക്ക് ഉപകരിക്കുന്ന ഒരു വൃക്ഷമാണ്. ഈ നക്ഷത്രക്കാർക്ക് വീണ്ടും ട്രാവൽ ഏജൻസി, അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും പറ്റിയ മറ്റൊരു മേഖലയാണ് പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തിലും ഈ നക്ഷത്രക്കാർ വളരെയധികം ശോഭിക്കും. കാരണം ഈ ബുദ്ധിയും ഈ ബുധന്റെ ശക്തി കൊണ്ട് ഇവർക്ക് പത്രപ്രവർത്തനം, ടെലികമ്മ്യൂണിക്കേഷൻ മേഖല, ഇതൊക്കെ വളരെ നന്നായിട്ട് വരും. പക്ഷേ ഈ ഒരു മേഖലയിൽ അവർ പോകുമ്പോൾ അവർക്കൊരു അഡ്വൈസ് ആരെങ്കിലും കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം മീനം രാശിയിൽ ബുധന് നീചത്വമുണ്ട്. നീചത്വം എന്ന് പറഞ്ഞാൽ ജലരാശിയിൽ ബുധന് അത്ര ഇഷ്ടപ്പെടുന്ന രാശിയല്ല. ബുധൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാശി ഒന്ന് ഭൂമിയും ഒന്ന് വായുവും, അത്തരം രാശികളാണ്. ജലരാശിയിൽ ഇവിടെ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്ര ദൈവമായതുകൊണ്ട് അത്തരം ഫീൽഡുകളിൽ ഇവർ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ എത്തുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വൈസർ, ഉപദേഷ്ടാവ് ഇവർക്കുണ്ടായിരിക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പിഴച്ചു പോവുകയില്ല, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, മീനം രാശിയിൽ ഈ ശുക്രൻ ബലവാനാണ്, വളരെയധികം ബലവാനാണ്, ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. ഇപ്പോൾ കലാപരമായും ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ ആ സാധ്യതകൾ ഈ ഡാൻസിങ് മുതലായ ഫീൽഡുകളിലായിരിക്കും നല്ലത്. നൃത്തങ്ങൾ, അത്തരം കാര്യങ്ങളിലായിരിക്കും ഈ നക്ഷത്രക്കാർ കൂടുതലായിട്ട് ശോഭിക്കുക. ജലവും ജലസംബന്ധമായ ജോലികളുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് സാധാരണഗതിയിൽ ഈ നക്ഷത്രക്കാർക്ക് ഈ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് പെരുമാറണം. കൂടാതെ കാലിന്, രണ്ട് കാലുകൾക്കും മുട്ടിന് താഴെ ഭാഗങ്ങളിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ പരിശോധിച്ച് അതിനുള്ള വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തിയാൽ മറ്റു കാര്യങ്ങളിലൊക്കെ, എല്ലാ കാര്യങ്ങളിലും സ്നേഹസമ്പന്നരായ ഈ നക്ഷത്രക്കാർ, സ്നേഹത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. പക്ഷേ സ്നേഹം നിഷേധിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ ഇവർ അഗ്രസീവ് നേച്ചർ, പ്രതികാര ബുദ്ധികൾ കാണിച്ചു എന്നും വരാം. എന്നാലും മൊത്തത്തിൽ ജനങ്ങളെ സേവിക്കുക, മൃഗങ്ങളെ സേവിക്കുക, മനുഷ്യനെ മൊത്തമായി സ്നേഹിക്കുന്ന ഒരു നക്ഷത്രം ആണ് രേവതി. ഇവർക്ക് പ്രധാനപ്പെട്ട രണ്ട് ദൈവങ്ങളെ പറയാം. ഒന്ന് മഹാവിഷ്ണുവാണ്, മറ്റൊന്ന് പശുപതിനാഥ്, ശിവന്റെ ഒരു രൂപമാണ്. മൃഗങ്ങളെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ ടെമ്പിൾ നേപ്പാളിലുണ്ട്, പശുപതിനാഥ ക്ഷേത്രം. നമ്മുടെ വൈകുണ്ഠത്തിലേക്കുള്ള യാത്രയിൽ, ഹിമാലയത്തിലേക്കുള്ള യാത്രയിൽ ആദ്യം നമ്മൾ അതേ യാത്ര ഭംഗിയായി കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം യാത്രക്കാർ പശുപതിനാഥ ക്ഷേത്രത്തിൽ ദർശിക്കാറുണ്ട്. അവർക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി, എല്ലാ യാത്രക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ദൈവമാണ് പുഷാൻ. അപ്പോൾ അത് ഇല്ലെങ്കിൽ, അവിടെ പോയില്ലെങ്കിലും സമയം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തഞ്ചാവൂരിൽ, തമിഴ്നാട്ടിലൊരു ക്ഷേത്രമുണ്ട്, പശുപതിനാഥ് ക്ഷേത്രം. അത് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളത് നോക്കിയിട്ട് പറ്റുമെങ്കിൽ ആ ക്ഷേത്രത്തിലും ഒരു ദർശനം നടത്തുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഉപകരിക്കും. എല്ലാം കൊണ്ടും വളരെ ശുദ്ധതയുള്ള നക്ഷത്രമാണ്, സ്നേഹസമ്പന്നമായ ഉള്ള നക്ഷത്രമാണ്.
ഒരുപാട് ആൾക്കാരെ ഉപകരിക്കുന്ന നക്ഷത്രമാണ്. മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ എന്നും സജീവമായിരിക്കും ഈ നക്ഷത്രക്കാർ. കൂടുതലായി ഒന്നും പറയുന്നില്ല. നമുക്ക് അടുത്ത് മറ്റു പരിപാടികളിൽ കൂടി കാണാം.